കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്കും പഞ്ചാബിലേക്കും പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷന് ആഴ്ചയിൽ 2 ദിവസം സർവീസുള്ള, അതായത് തിങ്കളാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 9:10 ചണ്ഡീഗഡിലേക്ക് പോകുന്ന സമ്പർക്രാന്തി എക്സ്പ്രസ്. ട്രെയിൻ നമ്പർ 122-17, അതാണ് കേരള സമ്പർക്രാന്തി എക്സ്പ്രസിന്റെ നമ്പർ. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പർ ക്ലാസ്സിൽ S1 ആണ്. ഇതിന്റെ മറ്റ് കോച്ചുകളുടെ കണക്ക് പറയുകയാണെങ്കിൽ ആകെ 4 അൺറിസർവ്ഡ് കോച്ചുകളാണുള്ളത്. 2 മുന്നിലും 2 പുറകിലും. 6 സ്ലീപ്പർ ക്ലാസ്, 2 തേർഡ് AC എക്കണോമി, 4 തേർഡ് AC, 3 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. ഇന്നൊരു തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ തിങ്കൾ രാത്രി ചൊവ്വ രാത്രി കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെ ഒരു 6 മണി 6:10 ആവുന്ന സമയത്ത് ന്യൂഡൽഹിയിലെത്തും. അതുപോലെ തന്നെ 9:50 ആകുമ്പോഴത്തേക്കും വണ്ടി ചണ്ഡീഗഡ് എത്തും. അതുപോലെ തന്നെ ഈ ട്രെയിൻ പോകുന്നത് ആലപ്പുഴ വഴിയാണ്. കേരളത്തിൽ എവിടെയൊക്കെ സ്റ്റോപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നോർത്ത് കഴിഞ്ഞാൽ ഉടനെ കൊല്ലം, കായംകുളം, ആലപ്പുഴ, എറണാകുളം ജംഗ്ഷൻ, തൃശ്ശൂർ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ മാംഗ്ലൂർ ജംഗ്ഷൻ, മഡ്ഗാവ്, വഡോദര, കോട്ട വഴിയാണ് പോകുന്നത്. നല്ല വൃത്തിയുള്ള ലോക്കോ തന്നെയാണ് ഇന്ന്. എന്തായാലും ഈ റോഡിന്റെ WP7 ആണ്. അങ്ങ് ചണ്ഡീഗഡ് വരെ ഇത് തന്നെയാണ്. ഇപ്പോൾ 8:30. ഇനി ട്രെയിൻ പുറപ്പെടാൻ കുറച്ച് സമയം കൂടി ഉണ്ട്. തിരുവനന്തപുരത്തിനും ചണ്ഡീഗഡിനും ഇടയിൽ ഈ ട്രെയിനാകെ 24 സ്റ്റോപ്പുകളാണുള്ളത്. വടക്കാഞ്ചേരി കഴിഞ്ഞു ഷൊർണൂരേക്ക് പോകുന്ന വഴിക്കാണ് ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം. നല്ല ഭംഗിയാണ് ഈ ട്രെയിനിൽ നിന്ന് പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കാഴ്ച. കോഴിക്കോട് നിന്ന് അൺറിസർവ്ഡിലേക്ക് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. ഇനിയിപ്പോൾ ഈ കയറുന്നവർക്ക് സീറ്റൊന്നും കിട്ടില്ല. ഈ ട്രെയിന് വലിയൊരു പ്രത്യേകതയുണ്ട്. രാജസ്ഥാനിലെ കോട്ട റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് ഹസ്രത്ത് നിസാമുദ്ദീനാണ്. അതായത് 458 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ്.